ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡെസേർട്ടാണ്. മാങ്ങ വെച്ചിട്ടുള്ള മാംഗോ സാഗോ ഡെസേർട്ടാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു ഡെസേർട്ടാണ്. നമുക്ക് മാങ്ങ ഒക്കെ ഉള്ള സീസണാണല്ലോ, അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ ആദ്യം ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ: പാല്, മാങ്ങ, പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ കുറച്ച് ചവ്വരി ഞാനിവിടെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഫ്രഷ് ക്രീം ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 4 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വേറെ ടൈപ്പ് മൂവാണ്ടൻ മാങ്ങല്ല, വേറൊരു ടൈപ്പ് മാങ്ങയാണ്. ഇങ്ങനത്തെ ഡെസേർട്ട്, ഐസ്ക്രീം, പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ വേറെ ഒരു ഫ്ലേവറുള്ള മാങ്ങ എടുക്കുന്നതാണ് നല്ലത്. മൂവാണ്ടൻ മാങ്ങ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാൻ ആദ്യമായിട്ട് തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള സാഗോ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ക്യൂബ്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു ഭംഗി, എങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ചൊരു ഭംഗിയിലായിട്ട് നമ്മളിങ്ങനെ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും മാങ്ങ വെച്ചുള്ള ഡെസേർട്ട്, അതേപോലെ മാങ്ങ വെച്ചുള്ള കറി, പുളിശ്ശേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫ്ലേവറുള്ള മാങ്ങ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. വണ്ട മാങ്ങ എപ്പോഴും നമുക്ക് ജ്യൂസ് അടിക്കുക, അച്ചാറിടുക, അതിനൊക്കെയാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാത്തതിനൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഫ്ലേവറുള്ള പ്ലിയൂർ, നീലൻ അങ്ങനത്തെ ഒക്കെ മാങ്ങയാണ് ഉപയോഗിക്കുന്നത് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. നമുക്കിത് കുറച്ചിങ്ങനെ കട്ട് ചെയ്ത്, കുറച്ച് കട്ട് പീസ് വേണം മാങ്ങയുടെ. അപ്പോൾ കുറച്ച് മാങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഒരു മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള മാങ്ങ മുഴുവൻ തൊലി ചെത്തിയെടുത്തിട്ട് നമുക്കത് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ എല്ലാ മാങ്ങയും ഞാൻ തൊലി ചെത്തിയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പീലർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിങ്ങനെയാണ് തൊലി ചെത്തി എടുക്കാറ്. അപ്പോൾ നമുക്ക് തൊലി ചെത്തിയെടുത്ത എല്ലാ മാങ്ങയും നമുക്കൊന്ന് മിക്സിയിലൊന്നിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് എടുത്ത് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് അരച്ചെടുക്കേണ്ട, കുറച്ച് തിക്കായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്, എന്നാലും കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 8 ടീസ്പൂണൊക്കെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ചൊരു തിക്കായിട്ടുള്ളതിലാണ് എപ്പോഴും സാഗോ ഉണ്ടാകുന്നത്. ഒരുപാട് ഇങ്ങനെ ലൂസായിട്ട് എടുക്കണ്ട. മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് അടുത്തൊക്കെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സാഗോ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാ വെള്ളം ഒന്ന് ജെല്ലി പോലെ ആക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് കട്ട് ചെയ്തിട്ട് ചൈന ഗ്രാസ് വെച്ചൊന്ന് ജെല്ലിയാക്കി അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ എടുക്കാൻ ശ്രമിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ റിച്ച് ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സാഗോ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. നമുക്ക് വാങ്ങുന്ന തൊലി കളഞ്ഞ് അരച്ചെടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ ജെല്ലി, കോക്കനട്ടിൻ്റെ ആ വാട്ടിൻ്റെ ജെല്ലി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ സാഗോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചൂട് സമയത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഒന്ന് തണുപ്പായിട്ടുണ്ട്, എന്നാലും ഉണ്ടാക്കി നോക്കാം. മാങ്ങൊക്കെ ഇപ്പോൾ ഉള്ള സമയമുള്ള സീസണാണല്ലോ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.